ശരി, ജിതിൻദേവ് അതിനുള്ള മറുപടി. ഇപ്പോൾ എന്തിനാണ് വന്ദേമാതരം ഇത്രയും ചർച്ചാ വിഷയമാക്കുന്നത് എന്നാണ്. വന്ദേമാതരത്തിന്റെ 150ാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇങ്ങനെയൊരു നിർദ്ദേശം സംസ്ഥാന സർക്കാരുകൾക്ക് നൽകിയത്. പക്ഷെ അത് പാലിച്ചേ തീരൂ എന്നൊന്നില്ല. കാരണം നിയമം വഴിയല്ല അത് ആ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതൊരു നിർദ്ദേശം എന്ന രീതിയിലാണ്. അതാണ് ഞാൻ നേരത്തെ തുടക്കത്തിൽ വായിച്ച ആ നിർദ്ദേശങ്ങളാണ് നൽകിയിരിക്കുന്നത്. ആ ദേശീയ ഗാനത്തിനൊപ്പമാണ് ആലപിക്കുന്നതെങ്കിൽ ദേശീയ ഗീതമായ വന്ദേമാതരം ആദ്യം ആലപിക്കണമെന്നും പറയുന്നുണ്ട്. പിന്നെ പ്രസിഡന്റും ഗവർണർമാരും പങ്കെടുക്കുന്ന ചടങ്ങുകളിൽ ആലപിക്കണം, അല്ലെങ്കിൽ ബാൻഡ് മുഴക്കണം എന്നുള്ള കാര്യവും നിർദ്ദേശമായി നൽകിയിട്ടുണ്ട്. പക്ഷേ എന്തിനാണ് ഇപ്പോൾ ഈ നിർദ്ദേശം എന്നുള്ളതും, അത് മാത്രമല്ല ആലപിച്ചില്ലെങ്കിൽ അതിൽ അതൃപ്തി രേഖപ്പെടുത്തിക്കൊണ്ട് സംസ്ഥാന സർക്കാരുകൾക്ക് മുന്നറിയിപ്പ് നൽകുന്ന പോലെയുള്ള പ്രവർത്തനങ്ങളും എന്തിനാണെന്നാണ്. കേരളത്തിൽ എന്തായാലും ലോക് ഭവൻ ഇനിയും ഗവർണർ പങ്കെടുക്കുന്ന ചടങ്ങുകളിൽ നിർബന്ധമാക്കും. അതിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ചടങ്ങുകളും പ്രതിപക്ഷ നേതാവ് പങ്കെടുക്കുന്ന ചടങ്ങുകളും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഒരു വശത്ത് വന്ദേമാതരം മുഴുവനായിട്ട് ചിലപ്പോൾ ആലപിച്ചേക്കാം. ലോക് ഭവന്റെ നിയന്ത്രണത്തിലാണ് അത്തരം ചടങ്ങുകളെങ്കിൽ. മറിച്ച് സംസ്ഥാന സർക്കാരിൻ്റെ നിയന്ത്രണത്തിലാണെങ്കിൽ 2 ഖണ്ഡിക മാത്രമേ അവിടെ ആലപിക്കുകയുള്ളൂ. അപ്പോഴും വിവാദമാകുമല്ലോ. ഒരു വശത്ത് പറയും വന്ദേമാതരം എന്തുകൊണ്ട് മുഴുവനായി ആലപിച്ചില്ല എന്ന്, മറുവശത്ത് ആലപിച്ചു കഴിഞ്ഞാൽ അതെന്തിന് ആലപിച്ചു എന്നുള്ള വിവാദം വരും. അവിടെ സംസ്ഥാന സർക്കാർ വെട്ടിലാവുകയും ചെയ്യും. ഈ വിവാദം അവസാനിക്കില്ല ഇങ്ങനെ പോയാൽ. മഞ്ജുഷ, അങ്ങയുടെ ചോദ്യത്തിലേക്ക് ഞാൻ വരാം. അതിനു മുമ്പ് ഈ ചർച്ച തുടങ്ങിയ ആദ്യത്തെ ഷാക്കിറിന്റെ വാചകം BJP എന്ന രാജ്യദ്രോഹികൾ എന്ന് പറഞ്ഞുകൊണ്ടാണ്. നോക്കൂ, ഈ ചർച്ചയിൽ എവിടെയും ഈ ഒരു വാചകം വരേണ്ടുന്ന യാതൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ അയാളുടെ വായിൽ നിന്ന് ആദ്യത്തെ വാക്ക് അതാണ്, BJP എന്ന രാജ്യദ്രോഹികൾ എന്ന് പറയുന്നത്. തിരിച്ച് ഷാക്കിറിനെയും അതേപോലെ പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. CK ഷാക്കിർ എന്ന് പറയുന്ന മത തീവ്രവാദി ഇവിടെ വന്നിരുന്ന് പറയുന്ന കാര്യങ്ങൾ ഒന്നും തന്നെ പൊതുജനങ്ങൾക്ക് മനസ്സിലാവുന്നതോ അല്ലെങ്കിൽ ദഹിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളല്ല. ആ CK ഷാക്കിർ എന്ന് പറയുന്ന മത തീവ്രവാദി പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇതിനകത്ത് അപരമത വിദ്വേഷമുണ്ട്. അങ്ങേക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുമോ ഈ 6 സ്റ്റാൻസയിൽ എവിടെയാണ് അപരമത വിദ്വേഷമുള്ളത്? ഇത് ആലപിക്കുന്നത് കൊണ്ട് ഏത് മതേതര മൂല്യമാണ് തകർന്നു പോകുന്നത്? രണ്ടാമത് അദ്ദേഹം ചോദിച്ചെന്ന് പറഞ്ഞാൽ, നിങ്ങൾ എന്തിനാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു നിർബന്ധം കൊണ്ടുവന്നത്? വന്ദേമാതരത്തിന്റെ 150ാം വാർഷികം ആഘോഷിക്കുന്ന 2026 പോയി. അത് 2020-ലോ 2022-ലോ ആയിരുന്നുണ്ടെങ്കിൽ അന്ന് കൊണ്ടുവന്നേനെ. 2026-ൽ കോൺഗ്രസ് ആലപിച്ചുകൊണ്ടിരുന്ന് പഴയ ജിന്നയുടെ മുസ്ലിം ലീഗിനെ ഭയന്ന് ഉപേക്ഷിച്ചതാണ്. വേറെ ആരെയുമല്ല, പഴയ ജിന്നയുടെ മുസ്ലിം ലീഗിനെ ഭയന്ന് 1937-ൽ ഉപേക്ഷിച്ചത്. 1905-ൽ അവരുടെ പൊളിറ്റിക്കൽ മുദ്രാവാക്യമായിട്ട് പൊളിറ്റിക്കൽ ഗീതമായിട്ട് അംഗീകരിക്കപ്പെട്ട കാര്യമാണ്. അത് ഉപേക്ഷിച്ചു. ജിന്ന പേടിപ്പിച്ചപ്പം അവരുടെ മുമ്പിൽ വളഞ്ഞു നിന്ന് കൊടുത്തു. അങ്ങനെ ഉപേക്ഷിച്ച കാര്യമാണ്. 1946-ൽ ബഹുമാനപ്പെട്ട മഹാത്മാഗാന്ധിജി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ വന്ദേമാതരത്തെ അങ്ങനെ ഉപേക്ഷിക്കാൻ പാടുള്ളത്, ആസാമിലെ ഗുവാഹത്തിയിൽ ഉപേക്ഷിക്കാൻ പാടുള്ളതല്ല, ആ വന്ദേമാതരത്തിനെ തിരികെ കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ ഷാക്കിറെ, നിങ്ങളുടെ കൂടെയുള്ള കോൺഗ്രസ് പാർട്ടിക്കാര് ജയ് ഹിന്ദ് എന്ന് പറയാറുണ്ട്. നാളെ നിങ്ങളും പറയൂ, അതും പറയൂ, അത് ഉപേക്ഷിക്കാൻ പറയൂ. ഇന്ത്യയിലെ വിവിധ ആർമി റെജിമെന്റുകൾ ഹർ ഹർ മഹാദേവ് എന്ന് അവരുടെ വാർക്രൈ ഉണ്ട്. എത്രയോ ജയ് ശ്രീറാം ഉണ്ട്. സ്വാമിയെ ശരണമയ്യപ്പ എന്ന് വിളിക്കുന്നവരുണ്ട്. കാളി സ്തുതി പറയുന്നവരുണ്ട്. അതുപോട്ടെ, നമ്മുടെ സുപ്രീം കോടതിയുടെ ഫ്രണ്ടിൽ എഴുതി വെച്ചിട്ടുണ്ട് യഥോധർമ്മ സതോജയ എന്ന്. നിങ്ങളത് മാറ്റിയെഴുതണമെന്ന് പറയുമോ? നന്ദലാൽ ബോസ് വരച്ചു വെച്ചിരിക്കുന്ന എന്തെല്ലാം തരത്തിലുള്ള മഹാഭാരതത്തിന്റെയൊക്കെ പെയിന്റിങ്ങുകൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലുണ്ട്. അതെല്ലാം നിങ്ങൾ മാറ്റണമെന്ന് പറയുമോ? ഞങ്ങൾക്കാരെയും ഭയമില്ല. നിങ്ങളെ ആശ്രയിച്ച് നിങ്ങളെ മുൻനിർത്തി മുന്നോട്ട് പോകുന്ന ഒരു കോൺഗ്രസ് പാർട്ടിയുടെ ദയനീയത കേരളം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ നിങ്ങൾ ചൂണ്ടിക്കാണിക്കൂ, ഏത് വരിയാണ് ഈ രാജ്യത്തെ അന്യമതസ്ഥരെ മറ്റ് മതസ്ഥരെ അലസോരപ്പെടുത്തുന്ന ഏത് വരികളാണ്? നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വരി ചൂണ്ടിക്കാണിച്ചേക്കൂ. കാരണം അത് ഏതാണ് നിങ്ങളെ അസ്വസ്ഥപ്പെടുത്തുന്നത് എന്ന് എനിക്കറിയാം, ഈ വന്ദേമാതരത്തിന്റെ മുഴുവൻ വരികളും നോക്കിക്കഴിഞ്ഞാൽ. പക്ഷെ അതിൽ നിങ്ങൾക്കെതിരായ കാര്യങ്ങൾ എന്താണ് എന്നുള്ളതാണ്, അസ്വസ്ഥപ്പെടുത്തുന്നത് എന്താണ് എന്നുള്ളതാണ്. അങ്ങനെയൊന്നുമില്ല മഞ്ജുഷേ. അതിനു മുമ്പേ ഞാൻ പറഞ്ഞ വാചകത്തിന് ഞാൻ ഉത്തരവാദിയാണ്. അതിന് അദ്ദേഹം ഒരു മിനിറ്റ്, അതിന് അദ്ദേഹം എന്നെ വിമർശിക്കുന്നതിൽ എനിക്കൊരു കുഴപ്പമില്ല. എന്നെ തീവ്രവാദി വിളിക്കുന്ന ഈ എനിക്കൊരു പ്രശ്നവുമില്ല. പക്ഷെ ഞാൻ പറയുന്നത് എൻ്റെ ബോധ്യമാണ്. BJP രാജ്യദ്രോഹികൾ തന്നെയാണ്. അല്ല, ഒരു മിനിറ്റ്, BJP രാജ്യദ്രോഹികൾ തന്നെയാണ്. അത് എൻ്റെ അഭിപ്രായമാണ്. അത് എനിക്ക് പറയാലോ. നിങ്ങൾക്ക് അല്ല 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 കുഴപ്പമില്ലാന്ന് നിങ്ങൾ എനിക്ക് പ്രശ്നമില്ല, പറഞ്ഞോളി. നിങ്ങൾക്ക് അഭിപ്രായമല്ലേ? ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ. നിങ്ങളാ പണി നിർത്ത്. അല്ല, നിങ്ങൾ മഞ്ജുഷേ, അപ്പം ഞാൻ പറയുന്നത് അപരമത വിദ്വേഷമെന്ന് ഞാനത് പറഞ്ഞിട്ടില്ല.
അതാ ഞാൻ പറയാൻ വന്നത്. ഞാൻ പറഞ്ഞ വാചകത്തിന് ഞാൻ ഉത്തരവാദിയുള്ളൂ. എന്തുകൊണ്ടാണ് 1950 പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും BR അംബേദ്കർ ഉൾപ്പെടെയുള്ള രാഷ്ട്രശില്പികൾ ഈ വന്ദേ മാതരം മുഴുവനായി ആലപിക്കണമെന്ന് പറയുന്നതിന് പകരം അതിലെ 4 വരികൾ മാറ്റിവെച്ചത് എന്തിനാണ്? അതിന് നമ്മളാണോ സമാധാനം പറയേണ്ടത്? അത് 1950 ജവഹർലാൽ നെഹ്റുവിനെയും BR അംബേദ്കറെ പോലെയുള്ള വളരെ പ്രമുഖരായിട്ടുള്ള ആളുകൾ രാഷ്ട്രത്തിലെ ലോകത്തിലെ തന്നെ ഏറ്റവും മനോഹരമായ ഭരണഘടന നിർമ്മിക്കുന്ന സമയത്ത് ഈ വിവാദമായ സംഗതികൾ മാറ്റിവെച്ചതിന് എന്തിനാ ഞങ്ങളോട് ദേഷ്യം പിടിക്കുന്നത്? ഞങ്ങൾ ആരെങ്കിലും ഇപ്പോൾ ഞാൻ ഏതെങ്കിലും പദം ഉപയോഗിച്ചോ? അപരമത വിദ്വേഷം ഞാൻ പറഞ്ഞോ? നിങ്ങൾ അങ്ങനെ പറയല്ലേ, പറയാത്തത് പറയല്ലേ. അന്ന് മാറ്റിവെച്ചത് പലതരത്തിൽ അല്ല ഞാൻ എന്താവട്ടെ, അല്ല ഞാൻ പറയുന്നത് എന്തായാലും അത് നേതാക്കന്മാരുടെ തീരുമാനമാണ്. അല്ല ശരി ആണോ? അത് ശരിയായിരിക്കാം. അത് അന്ന് ജവഹർലാൽ നെഹ്റു BR അംബേദ്കർ പോലെയുള്ള ആളുകൾ അങ്ങനെ തീരുമാനമെടുത്താൽ ഇപ്പൊ അത് മാറ്റേണ്ട സാഹചര്യം എന്താണ്? മഞ്ജുഷേ, ഈ ഷാക്കിറോ അല്ലെങ്കിൽ ഇതിന്റെ പേരും പറഞ്ഞ് ഈ കോലെ കുത്തിച്ചാടുന്ന ഒരൊറ്റ ഒരുത്തനും ഈ സാധനം എന്താണെന്ന് അറിയില്ല. ചക്കനാണോ കുക്കാണോ എന്ന് ഇവന്മാർക്ക് അറിയില്ല. അതാണ് അതിന്റെ അർത്ഥം. ഇപ്പം ഇതിന്റെ പ്രശ്നം എവിടെ കിടക്കുന്നതെന്നറിയാവോ? തൊംഹി ദുർഗ ദശപ്രഹരണ കാരിണി കമലദള വിധായിനി വാണി വിദ്യാദായിനി, ഇതാണ് അവരുടെ പ്രശ്നം. ആ പണ്ഡിതനോടൊരു വർത്താനം നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾക്ക് വിവരമുണ്ടോ വിവരമില്ല നിങ്ങൾ തീരുമാനിച്ചോളൂ. അല്ല അറിയാത്ത പ്രശ്നമല്ല. അമ്മേ വന്ദനം എന്ന് തുടങ്ങുന്ന ഞാൻ തുടക്കത്തിൽ പറഞ്ഞു ഞാൻ തുടക്കത്തിൽ പറഞ്ഞു നമുക്ക് അറിയാത്ത പ്രശ്നമല്ല. അതിവിടെ ചർച്ച ചെയ്യുന്നത് ഗുണകരമല്ല എന്നുള്ളത് കൊണ്ടാണ്. അത് നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കും, അത് സമൂഹത്തിൽ ഉൽപ്പാദിപ്പിക്കാൻ കാരണമാക്കും. അതുകൊണ്ടാണ് ഞാനത് വിശദീകരിക്കാത്തത്. എനിക്ക് ആദ്യം അല്ല മഞ്ജുഷേ, ഒരു മിനിറ്റ് അദ്ദേഹത്തിന് പറയട്ടെ. ആദ്യത്തെ 2 വരിയും 4 വരിയും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.